Watch full episodes on Jio Hotstar. ഇന്ന് ഞാൻ വളരെ സന്തുഷ്ടനാണ്. നാളെ എന്റെ രാജ്യാഭിഷേകമാണ്. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരും ശരിക്കും ആഘോഷിക്കൂ. മഹാരാജാവേ, സ്പെഷ്യൽ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നല്ലത്. വേഗം തുറക്കൂ. അല്ല, ഞാനിത് എവിടെയാ ഉള്ളത്? നമുക്ക് എന്താ പറ്റിയത്? നോക്ക്, നമ്മള് ചെറുതായിട്ട് ആൻസ് വേൾഡിലാ വന്നിരിക്കുന്നേ. പേടിക്കേണ്ട. നിങ്ങള് ഞങ്ങളുടെ ആൻഡ് വേൾഡില് അടുത്ത രാജാവിന്റെ മുമ്പിലാണ് ഇപ്പൊ ഉള്ളത്. ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. എന്നിട്ട് നിങ്ങളാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ കേക്ക്. ഞങ്ങള് വിട്ടേക്കൂ. ഞങ്ങള് പോവാ. ബൈ ബൈ. ഭടന്മാരെ, അവരെ പിടിക്കേ. വിടരുത്. എന്റെ കേക്കാണത്. വേഗം പോട്. പത്ലു, നീ എന്തിനാ സ്വയം നുള്ളി നോക്കുന്നേ? നുള്ളി നോക്കാണ്. നമ്മള് വല്ല സ്വപ്നമാണോ കാണുന്നേന്ന്? ഏയ് അല്ല പത്ലു, നമ്മൾ ഒരിക്കലും സ്വപ്നത്തിലല്ല. നമ്മൾക്കിത് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അവന്മാരൊക്കെ നമ്മളോട് സഹായം ചോദിച്ചു വന്നിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അവന്മാർ നമ്മളെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അല്ല, ആരാ അവിടെ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വിളിക്കാം. നിങ്ങള് എന്റെ പുറകെ വന്നാൽ നിങ്ങൾക്ക് വിളിക്കാനുള്ള വഴി ഞാൻ കാണിച്ചു തരാം. എന്റെ പുറകെ വാ. വളരെ നന്ദിയുണ്ട്. നിങ്ങൾ ഞങ്ങളെ സഹായിച്ചിരിക്കുന്നു. അല്ല, എന്താ ചെയ്യാ? ഇവര് ഞങ്ങളുടെ ശരിക്കുള്ള രാജാവിനെ എവിടെയോ ഒളിപ്പിച്ച് തടവിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാ പട്ടാളക്കാരെയും അവരുടെ വശത്താക്കിയിരിക്കുക. ഓഹോ, ഇത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. നാളെ ഇയാളുടെ പട്ടാഭിഷേകമാണ് നടക്കാൻ പോകുന്നത്. ഇവിടെ ആരും ആഗ്രഹിക്കുന്നില്ല ഇയാള് രാജാവാകണമെന്ന്. പക്ഷെ ഞങ്ങൾ എന്താ ചെയ്യാ? ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ല. എനിക്ക് നിങ്ങളുടെ കൂടെ ഇപ്പൊ വരാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഈ വഴിതേ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ചിലപ്പോ പറയാൻ പറ്റില്ല. ഞങ്ങളുടെ രാജാവിനെ ചിലപ്പോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബൈ. നിങ്ങൾ വിജയിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എവിടേക്കാ പോകുന്നത്? നിങ്ങൾ ഈ വഴിക്ക് പൊക്കോളൂ. അവിടെ കാവൽക്കാരുണ്ട്. ശരി, നന്ദിയുണ്ട്. നിങ്ങൾ വളരെ നല്ല ആളുകളാണ്. നിങ്ങളെ സഹായിക്കാൻ എനിക്ക് വളരെ സന്തോഷമാണ്. താങ്ക് യു. നിങ്ങൾ ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ സമാധാനത്തോടെ വിശ്രമിച്ചോളൂ. നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ ലോകത്തെത്തിക്കോളൂ. പത്ലു,
ഉറുമ്പുകളുടെ ലോകത്തും കോഴി കൂവാറുണ്ടല്ലേ? ഗുഡ് മോർണിംഗ് മോട്ടു പത്ലു. മഹാരാജാവേ, നിങ്ങളോ? പത്ലു, ഇതാ മറ്റേ സ്ത്രീയല്ലേ നമ്മളെ ഇന്നലെ രാത്രി വന്ന് സഹായിച്ചത്? എന്റെ മോട്ടു, ഇത് അവള് തന്നെയാ. നമ്മളെ അവള് കുടുക്കിയതാണ്. മോട്ടു പത്ലു, ഇന്നലെയോ എനിക്ക് കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല. സാരമില്ല, ഇന്ന് കട്ട് ചെയ്യാം. നിക്ക്, ഞാൻ എന്റെ കൂട്ടുകാരെ വിളിക്കും. അവര് നിങ്ങളെ ഒരിക്കലും വെറുതെ വിടില്ല. ചിങ്ങം സാർ, വലിയേട്ടാ, ജെസിട്ടാറാം, നിങ്ങൾ എവിടെയാ? വേഗം വരൂ, ഒന്ന് വേഗം വരൂ, ഞങ്ങൾ വലിയൊരു പ്രശ്നത്തിലാണ്. എന്തിനാണ് വിഷമിക്കുന്നത് മോട്ടു? Why fear when Chingam is here? കാരണം Chingam is already here. Yes. അല്ല, നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാ? എന്റെ അമ്മോ, ഇവറ്റകളെ ഞങ്ങളെയും ഇവിടെ പിടിച്ച് കെട്ടിടുകയാണല്ലോ. എവിടെ പോയി എന്റെ പിടിക്കേ പിടിക്കേ, അവന്മാരെ വെറുതെ വിടരുത്. ഭടന്മാരെ പുറകെ പോ. എന്റെ അമ്മോ, വിട്ടോ, ഓടിക്കോ. സൂപ്പർ കലക്കി. ഓ, ഇതിന് എന്തൊരു നല്ല ടേസ്റ്റാ. പിടിക്കോരെ, പിടിക്ക്. ആ തെങ്ങക്കാരനെ വിടരുത്. എന്റെ അമ്മോ, ഒരു ഇൻസ്പെക്ടർ നിങ്ങളെ ഇളനീർ കച്ചവടക്കാരനാക്കിയോ? നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. വരൂ ചിങ്ങം സാറേ. നിങ്ങൾ എങ്ങനെയാ രക്ഷപ്പെട്ട് വന്നത്? പെട്ടെന്ന് വാ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അവന്മാരെവിടെയാണ് ഞങ്ങളുടെ രാജാവിനെ ഒളിപ്പിച്ച് വെച്ചതെന്ന്. ശിപ്പായികളെ, മഹാരാജാവിനെ തുറന്നു വിടൂ. അല്ല, ഇവന്മാര് രക്ഷപ്പെട്ടു വന്നോ? പിടിക്കുവന്മാരെ. രാജാവ് പറഞ്ഞായിരുന്നു ഇവന്മാര് രക്ഷപ്പെടാൻ പാടില്ലെന്ന്. ഉയ്ഷ്, വാടാ. ഇന്നത്തെ താക്കോല് ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. താങ്ക് യു വെരി മച്ച്. രാജാവ് വിജയിക്കട്ടെ, രാജാവ് വിജയിക്കട്ടെ, രാജാവ് വിജയിക്കട്ടെ, രാജാവ് വിജയിക്കട്ടെ, രാജാവ് വിജയിക്കട്ടെ, രാജാവ് വിജയിക്കട്ടെ. നിക്ക് നിക്ക്, പട്ടാഭിഷേകം നടത്താൻ വരട്ടെ. നിങ്ങളുടെ രാജാവ് ദേ ഇവിടെയുണ്ട്. ഞാനിതാ വരുന്നു രാജാവേ. ഇതെന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഭടന്മാരെ, ഈ രാജാവിനെ അറസ്റ്റ് ചെയ്യൂ. വേണ്ട, ഇയാളെ പിടിക്കൂ. ഇയാളാണ് തട്ടിപ്പ് കാണിച്ചത്. പൊളിച്ചെടുത്തല്ല, ഒന്ന് ചെയ്യല്ലേ. ഇവര് കുറെ പേരുണ്ടല്ലോ, നമ്മൾ എങ്ങനെ ഇവരുമായിട്ട് യുദ്ധം ചെയ്യും? എന്തെങ്കിലും ഒന്ന് ആലോചിക്കൂ. ഇതിലിപ്പോ ആലോചിക്കാൻ എന്താ ഇരിക്കുന്നേ? ഇത്ര നേരം ചെയ്ത പോലെ പണി തുടങ്ങിക്കോ.
Aye. Why fear when Chingam is here? സൈനികരെ, ഇവരെ അറസ്റ്റ് ചെയ്യൂ, എന്നിട്ട് ജയിലിലോട്ട് അടയ്ക്കൂ. ഇവരുടെ വിചാരണ നമുക്ക് പിന്നീട് ചെയ്യാം. മോട്ടു പത്ലു, നിങ്ങൾക്ക് 1000 നന്ദി. സൈനികരെ, മോട്ടു പത്ലുവിനെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയും രാജ്യമര്യാദയോടെ വീട്ടിൽ കൊണ്ട് ചേർക്കുക. ഇന്നൊരു കാര്യം, ഞങ്ങളെ വീട്ടിലെത്തിച്ചുടനെ ഞങ്ങളുടെ പഴയ സൈസിലേക്ക് ഞങ്ങൾ മാറ്റി തരണം. പറയാനാ പറഞ്ഞത്, പറയാൻ. നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുകയാണെങ്കിൽ ഈശ്വരൻ നമ്മളെ വളരെയധികം സ്നേഹിക്കും. ഇത്തരത്തിലൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാവുന്നതാണ്. ഇനിയും നിങ്ങൾ എന്തിനാണ് അമാന്തിക്കുന്നത്? പോകൂ പോകൂ, പാവപ്പെട്ടവരെ സഹായിക്കൂ. പത്ലു വരൂ, നമുക്കും ലോകത്തിലുള്ള എല്ലാവരെയും സഹായിക്കാം. എന്താ? പക്ഷേ മോട്ടു സഹായിക്കേണ്ട ആൾക്കാരെ നമ്മൾ എങ്ങനെ കണ്ടെത്തും? പത്ലു, വഴിയിലോട്ട് നോക്കിയാൽ നമ്മൾ അന്വേഷിക്കുന്ന ആൾക്കാരെ ഉറപ്പായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. വരൂ വരൂ, സമയം കളയണ്ട. ഇന്ന് നിങ്ങളുടെ പൈസ. പത്ലു, അത് നോക്ക്. ദേ, ആ മനുഷ്യൻ കീറിയ ഡ്രസ് ഇട്ടാ നിൽക്കുന്നത്. നമുക്ക് അവന് പുതിയ ഡ്രസ് വാങ്ങിച്ചു കൊടുത്താലോ? ദാ കണ്ടോ, ഒരു തുണിക്കട. ആ ഷർട്ടും പാന്റും ഒന്ന് എടുത്തേ ചേട്ടാ. പിടിച്ചോ. എന്റെ ചേട്ടാ, നിങ്ങൾക്ക് പുതിയ ഡ്രസ്സിന്റെ ആവശ്യമുണ്ടല്ലേ? അതെ 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 അതെ, വേണ്ട 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 വേണ്ട. എനിക്ക് ഒരു തുണിയുടെ ആവശ്യമില്ലത്. ആ, എവിടെ നിക്ക്, അവിടെ നിക്ക്, അവിടെ നിൽക്കാനാ പറഞ്ഞത്. പറയുന്നത് കേൾക്ക്. എന്തിനാ വലിക്കണ? കാണിക്കുന്നത് ഞങ്ങളൊന്നും ചെയ്യില്ല, ഒന്ന് അടങ്ങി നിക്ക്. എന്തിനാ തുണി? ഇതാ വിളിച്ചോ. എടാ, ഞാൻ വളരെ ബുദ്ധിമുട്ടി ഈ കീറിയ വസ്ത്രങ്ങളൊക്കെ തേടി അന്വേഷിച്ചിട്ട് വന്നതാ ഒരു നാടകം കളിക്കാൻ. ആ, എന്നെ നിങ്ങൾ പുതിയ വസ്ത്രങ്ങളൊക്കെ ഇടിച്ച രണ്ടിനും ഞാൻ. ഇനി മേലാൽ എന്റെ മുമ്പിൽ വന്നേക്കരുത്. ഒത്തിരി കഴിച്ചുപോയി ഇന്ന്. മറന്നുപോയി, ഞാൻ നോൺ വെജ് റെസ്റ്റോറന്റ് മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ വെറുതെ ഒരു വെജ് റെസ്റ്റോറന്റിൽ പോയി കഴിച്ചല്ലോ. എന്ത് നല്ല തന്തൂരി ചിക്കനാ. വായില് വെള്ളം വരുന്നുണ്ട്, പക്ഷെ പത്ലു, ദേ അവനെ കണ്ടില്ലേ? ഭയങ്കര വിശപ്പുണ്ടെന്നാ തോന്നുന്നത്. അവന് ഒരു നല്ല ഭക്ഷണത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവനെ സഹായിക്കാൻ പോകുന്നു. എന്റെ മോട്ടു, ഒന്നുകൂടെ ഒന്ന് ആലോചിക്കേ. വലിയേട്ടാ, വരൂ വരൂ, ഞങ്ങളുടെ കൂടെ ഒന്ന് വരൂന്നേ. എന്നെ കൂടെ കൊണ്ടുപോണേ. അതെ, തന്തൂരി ചിക്കൻ, മുഗലായി ചിക്കൻ, അങ്ങനെ ചിക്കനിലുള്ള എല്ലാ വകയും ഇങ്ങ് എടുത്തോളൂ. പെട്ടെന്ന് വേണം. വേണ്ട വേണ്ട ചേട്ടാ, എനിക്കൊന്നും കഴിക്കണ്ട. എന്റെ ചേട്ടാ, നിങ്ങൾ വിഷമിക്കണ്ട, ഇതിന്റെയൊക്കെ പൈസ ഞങ്ങൾ കൊടുത്തോളാം. കഴിച്ചോ? അല്ല, ആരോ നിങ്ങൾ പറഞ്ഞേ? ഈ വെള്ളം കുടിക്കേ. എനിക്ക് വിശക്കണില്ല. എന്റെ സുഹൃത്തെ, നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങളിത് ആരോട് പറയില്ല. ഞങ്ങളുടെ ജോലി പാവപ്പെട്ടവരെ സഹായിക്കുക എന്നതാണ്. അങ്ങനെ പാവപ്പെട്ടവരെയൊക്കെ സഹായിച്ചാൽ മുകളിലുള്ളവന് സന്തോഷാവുന്നേ. കണ്ടില്ലേ, അങ്ങനെ എല്ലാം കാലിയാക്കി വെച്ചല്ലോ നിങ്ങള്. അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു നിങ്ങൾക്ക്. എനിക്ക് വിശക്കണില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ മുമ്പിലുള്ള ഹോട്ടലിൽ നിന്ന് വയറ് നിറച്ച് കഴിച്ചത്. ആ വയറ്റിലേക്കാണ് നിങ്ങളെ എല്ലാം ഇങ്ങനെ കയറ്റി വെച്ചത്. എന്റെ വയറ്. മേലാൽ ആരെ
ആരെങ്കിലും ഇങ്ങനെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചാ പത്തുലു നമ്മള് മറ്റുള്ളവരെ സഹായിക്കല്ലേ ചെയ്യുന്നത്. പക്ഷെ അബ്രക്ക് എന്തിനാ നമ്മള് ദേഷ്യത്തോടെ കാണുന്നത്? നമ്മളെ സഹായം ആർക്കും അതെ, വേണ്ട. നിങ്ങൾ സഹായിച്ചാലും ഇല്ലെങ്കിലും ഇവിടുന്ന് സ്ഥലം വിടുന്നതിന് മുന്നേ എന്റെ പൈസ മുഴുവൻ തന്നിട്ട് പൊക്കോണം. എത്ര പൈസ ആയി? എല്ലാം കൂടെ 500 രൂപയായി. ഇന്നാ പിടിച്ച നിങ്ങളുടെ 500. ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. പത്തുലു, ഇനി നമ്മൾ ഇതുപോലെയുള്ള ആൾക്കാരെ ഒരിക്കലും സഹായിക്കാൻ പോവരുത്. ജീവിതം എന്താണെന്ന് അറിഞ്ഞവരെയാണ് സഹായിക്കേണ്ടത്. അല്ല, അപ്പൊ അവരെയൊക്കെ സഹായിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? പറഞ്ഞതല്ലേ പത്തുലു, മുകളിലുള്ളവൻ ഒരുപാട് സന്തോഷാവുന്ന്. അത് ഞാൻ കാണിച്ചു തരാം. സഹായിച്ചിടത്തോളൊക്കെ മതി. ഇത്രയും കിട്ടിയൊന്നും മതിയായില്ലേ നിനക്ക്? അതെ, ഇല്ല ഇല്ല പത്തുലു, നമുക്ക് വെറുതെ ഒന്ന് കമാൻഡ് ചെയ്ത് നോക്കിയാൽ എന്താ? എന്റെ അമ്മോ! ദേ കണ്ടില്ലേ, ചിങ്കം സാർ വരുന്നുണ്ട്. എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. വരൂ എന്നാ ചോദിക്കാം. അവനെന്തോ സഹായം ആവശ്യമുണ്ട്. ഹലോ ചിങ്കം സാർ, നിങ്ങൾക്ക് വല്ല സഹായത്തിന്റെയും ആവശ്യമുണ്ടോ? എന്റെ അമ്മോ, എനിക്കിപ്പോ സഹായം വളരെ അത്യാവശ്യമാണ്. എന്തു പറ്റി? മോട്ടുപത്ലു, ഒരു ടെററിസ്റ്റ് നേതാവ് നമ്മുടെ നഗരം ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. കമ്മീഷണർ സാറ് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ട് അവനെ പിടിച്ച് കൊണ്ടുവരണമെന്ന്. അവനെ പിടിച്ച് ഞാൻ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്റെ തൊപ്പി തെറിക്കുമെന്നാ തോന്നുന്നത്. അവനെ അന്വേഷിച്ച് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്നേ. വേണ്ട 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 മോട്ടു, നിങ്ങളുടെ സഹായം ഏതായാലും വേണ്ട. കമ്മീഷണർ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ അവനെ പിടിക്കണമെന്ന്. നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ. ശരി ചിങ്കം സാറേ. പത്തുലു, അത് കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല. എനിക്കും തോന്നുന്നുണ്ട്. നോക്കാം. എന്റെ അമ്മോ! ചിങ്കം സാറേ വേഗം വരൂ, ടെററിസ്റ്റിനെ പിടിച്ചു കഴിഞ്ഞു. ചിങ്കം സാറേ സോറി, ഞങ്ങൾ എന്തുകൊണ്ടാ പിടിച്ചെന്നറിയോ? പിടിച്ചില്ലെങ്കിലേ അവൻ ഓടി രക്ഷപ്പെട്ട് കളയുമായിരുന്നു. എന്നൊരു തീരുമാനമായിരുന്നു. എന്നാ നിങ്ങൾ നിങ്ങളുടെ കമ്മീഷണർ സാറിനോട് നിങ്ങളാണ് പിടിച്ചെന്ന് പറഞ്ഞാ മതി. ചിങ്കം സാറേ, എന്താ പറ്റിയത്? നിങ്ങൾ എന്തിനാ ഈ ടെററിസ്റ്റിനെ നോക്കി സല്യൂട്ട് ചെയ്യുന്നത്? ബബിൾഗം സാറേ. ചിങ്കം, നിന്റെ ജോലി പോയി 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 പോയി. അച്ഛാ, സോറി സോറി. ഞാൻ ഇവന്മാരോട് പറഞ്ഞതാണ് എന്നെ സഹായിക്കണ്ട എന്ന്. അച്ഛനെന്നല്ല, കമ്മീഷണർ എന്ന് പറ. ആ കമ്മീഷണറാണ് നിന്റെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നത്. ഗെറ്റാ, ഇറങ്ങി പോടാ. എന്റെ അമ്മോ, ഇതൊക്കെ സംഭവിക്കാൻ കാരണം ആ മോട്ടു പത്ലു ആണ്. മോട്ടു പത്ലു, നിങ്ങളെ രണ്ടാളും ഞാൻ വെറുതെ വിടില്ല. ഇളനീർ പട്ടാളമേ, ഞാൻ ഓർഡർ ചെയ്യുന്നു. അവിടെ തന്നെ നിൽക്കൂ. എന്റെ മാനം രക്ഷിക്കണം. നിങ്ങൾ ചെന്ന് ആ മോട്ടു പത്ലുവിന്റെ മീതെ വിഴണം. കമാൻ, ഓടിക്കോ. താങ്ക് യു ഇളനീർ പട്ടാളമേ. ഐ സല്യൂട്ട് യു. ഓപ്പൺ ദ ഡോർ. എന്റെ അമ്മോ! ഇതും കൂടി ഇരിക്കട്ടെ. ചിങ്കം സാറ് ഞങ്ങൾ എന്തിനാ തല്ലിയത്? ഞങ്ങൾ എന്താ ചെയ്തത്? നിങ്ങളെ ഒന്ന് സഹായിച്ചു എന്നല്ലേ ഉള്ളൂ. നിങ്ങൾ എന്നെ സഹായിച്ചു എന്നോ? നിങ്ങൾ എനിക്കൊരു പാരവെങ്കിലെ ചെയ്തത് എന്റെ തൊപ്പി തെറിക്കാൻ വേണ്ടി അല്ലേ? വിടില്ല ഞാൻ. വരൂ, നമുക്ക് സഹായിക്കാം. ഞാൻ ആരെയും സഹായിക്കാൻ വരുന്നില്ലേ. ആരെങ്കിലും ഒന്ന് സഹായിക്കണേ. എന്റെ കുട്ടി, എന്റെ മോൻ അതിനകത്താണ്. ആരെങ്കിലും ഒന്ന് സഹായിക്കണേ. ഞാൻ എന്ത് ചെയ്യും? മോട്ടു, നമ്മൾ ഇത്ര നേരം ചെയ്തതൊന്നും സഹായമല്ല. ഇപ്പോഴാണ് ശരിയായ സമയം വന്നത്.
ഇവരെയാണ് രക്ഷിക്കേണ്ടത്. എങ്കിൽ മാത്രമേ മുകളിലുള്ളവൻ സന്തോഷിക്കുകയുള്ളൂ. ഡോണ്ട് വറി കുട്ടി, മോട്ടു അങ്കിൾ ദേ വന്നില്ലേ. താങ്ക് യു മോട്ടു, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ എന്റെ മോനെ രക്ഷിച്ചു. ഒരുപാട് നന്ദിയുണ്ട്. അതെ, ഇത്ര വലിയ തീൻ എന്നെ കത്തിക്കാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോ ഏത് ബിൽഡിങ്ങിലാണ് തീ കത്തിക്കൊണ്ടിരിക്കുന്നത്? എന്റെ അമ്മോ, ബിൽഡിംഗിന്റെ അകത്തിലെ തീനെ കുറിച്ചല്ല പറയുന്നത്. തന്റെ പുറകെ തീ കത്തുന്നുണ്ട്, അതിനെ കുറിച്ചായി പറയുന്നത്. അല്ല, ഇവിടെയൊന്നും ആരും ഇല്ലല്ലോ. എന്റെ മോട്ടോ, നിന്റെ മൂട്ടിലാണ് തീ. തീ, തീ, രക്ഷിക്കണേ, രക്ഷിക്കണേ. എനിക്ക് തീ പിടിച്ചേ. നിനക്കിപ്പോ സുഖം തോന്നുന്നുണ്ടോ? മറ്റുള്ളവരെ സഹായിക്കുമ്പോഴേ നല്ല സുഖമുണ്ട്. വരൂ പത്ലു, ഇനി ആരെയെങ്കിലും കണ്ടുപിടിച്ച് സഹായിക്കാം. വരൂ. വേണ്ട, ഞാൻ എവിടേക്കും വരുന്നില്ല. ഇനി ആരും നമ്മളോട് സഹായം ചോദിച്ചില്ലെങ്കിൽ നമ്മൾ അവരെ സഹായിക്കാൻ പോകുന്നില്ല. ഇതാണ് നിയമം. Watch India's largest kids library only on Jio Hotstar. Download the app now.